രാവിലെ ഓഫീസിൽ പോകാനുള്ള യൂണിഫോം അയൺ ചെയ്യാൻ വേണ്ടി അലമാര തുറന്നപ്പോഴാണ് കേട്ടോ ഈ സാധനം താഴെ ഇരിക്കുന്നത് കണ്ടത്. ഇതൊക്കെ 2 മാസം മുമ്പ് എന്തോ ഞാനെടുത്ത് നോക്കിയതാണ്. പിന്നെ ഞാനിതൊന്നും തുറന്നിട്ടേ ഇല്ല. എന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല കേട്ടോ, എൻ്റെ കല്യാണ ആൽബം തന്നെയാണ്. ഈ ഒരു പേജ് ഫുൾ എൻ്റെ ഫാമിലിയാണ് കേട്ടോ. അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, അവരെ കുട്ടികൾ, അങ്ങനെയൊക്കെയാണ്. കല്യാണത്തിൻ്റെ ഡേറ്റ് എടുത്തപ്പോഴേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഹൽദിക്ക് എന്താണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും മഞ്ഞ ഡ്രസ്സ് ഇടുന്നില്ല എന്ന്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ ഈ ഡ്രസ്സ്. ഈ ഡ്രസ്സിന് വെറും 3500 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. മിയയ്ക്ക് വരെ മഞ്ഞ ഉടുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ഡാൻസും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാധനം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ തൊടാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇനി നമുക്ക് ബ്രൈഡിനെ കണ്ടാലോ? ഇതാണ് ഗൈസ് ബ്രൈഡ്, അതായത് ഞാൻ. ഹൽദി പോലെ തന്നെ ആദ്യത്തെ പേജ് എൻ്റെ ഫാമിലി ഫോട്ടോസൊക്കെയാണ് കേട്ടോ. പിന്നെ കല്യാണ ആൽബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഫോട്ടോസും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. ഈ താഴെയുള്ളതാണ് കേട്ടോ നന്ദുവിൻ്റെ ഫാമിലി, മേളിലുള്ളത് എൻ്റെ ഫാമിലി. അത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ സെക്കൻഡ് സാരി. ഇത് ഞാൻ കുത്താമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എടുത്തതാണ്. അവിടെ ഒരുപാട് സാരീസിൻ്റെ ഷോപ്സ് ഉണ്ട്. സാരീസിൻ്റെ ഷോപ്സ് എന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ അവിടെ തോന്നിയിട്ടുള്ളത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് പിന്നെയും ഉടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ ഇത് നന്ദുവിൻ്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഓരോ ചടങ്ങുകളാണ്. എൻ്റെ നാട്ടിൽ നിന്ന് മാറി അങ്ങോട്ട് ചടങ്ങ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ 1-2 ഷീറ്റ്സ് അവർ ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.